അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഐഷുമ്മ പരാതി എഴുതി കൊടുത്ത പ്രകാരം അതാ സൗദയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുകയായി. ഐഷുമ്മ വീട്ടിലെത്തി ഓരോന്നാലോചിച്ചു. എന്നാലും ആ പെണ്ണിത് എവിടെ പോയി കിടക്കുക റബ്ബേ, ഇത്രയും ദിവസമായല്ലോ. അതെ, അവൾ തന്നെത്താൽ ആരെയും കൂടെ പോയിക്കണമെങ്കിൽ അതെങ്ങനെ? എനിക്ക് തോന്നിയില്ല ഓൾ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളാന്ന്. പടച്ച റബ്ബേ, ഏതായാലും ഒക്കെ കലങ്ങി തെളിയട്ടെ. എന്തെങ്കിലൊക്കെ തട്ടുമുട്ടുണ്ടെങ്കിലൊക്കെ നീങ്ങിയിട്ട് ഒന്ന് കലങ്ങി തെളിയട്ടെ. ഉമ്മ, ഷാമോൻ വിളിച്ചു. ആ മോനെ. ആ പിന്നെ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമ്മ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം നജീബ് സർ ചെയ്യുന്നുണ്ട് കേട്ടോ. മോനെ, ഏതായാലും തുമ്പും പാലും കിട്ടിയാൽ മതിയായിരുന്നു. പെറ്റ തള്ളമ്മട്ടം കാട്ടിക്കൂട്ടിയാൽ ബാപ്പാണെങ്കിൽ വേറൊരിടത്ത്, ഇമ്മയാണെങ്കിൽ വേറൊരിടത്ത്, സ്വന്തം പെരക്കാരിങ്ങനെ. എന്താപ്പം ഞാൻ ചെയ്യാം? എന്നാൽ ഈ സമയം അതാ റിസോർട്ടിൽ നമ്മുടെ നവാസ് വളരെയധികം ദുഃഖിതനായിട്ട് കാണുകയാണ്. ഫസീല ചോദിച്ചു, എന്തിക്ക ഇങ്ങനെ ഇത്രമാത്രം ദുഃഖിച്ചിരിക്കാൻ? എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. എന്തിക്ക? ഒന്നുമല്ല സൗദ, അവളേതായാലും അങ്ങനെ അവളുടെ ഇഷ്ടത്തിനൊക്കെ ജീവിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ അവളെ അങ്ങ് തൊലാക്ക് ചൊല്ലിയാലോ എന്ന് ആലോചിക്കുകയാണ്. പെട്ടെന്ന് ഫസീല അതാ നവാസിൻ്റെ വായ് പൊത്തുന്നു. ഇക്ക, അങ്ങനെ പറയല്ലേ നിങ്ങൾ തൊള്ളോണ്ട്. പഠിച്ചോനെ, അങ്ങനൊന്നും പഠിച്ചോന് നിരക്കാത്തത്. അതേ, പടച്ച റബ്ബിൻ്റെ അനുവദനീയമാക്കിയ വിധികളിൽ പടച്ചോന് ഏറ്റവും ഇഷ്ടമില്ലാത്ത സംഭവമാണത്രേ തൊലാക്ക്. അതായത് റബ്ബിൻ്റെ സിംഹാസനം വരെ വിറക്കും എന്നാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരിക്കലും അങ്ങനെ പറഞ്ഞു പോവല്ലേ ഇക്ക. ഫസീല, നീ ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ അവൾ മറ്റൊരുത്തൻ്റെ കൂടെയുള്ള ജീവിതമാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല ഒട്ടും. അവളുടെ കാര്യത്തിൽ അങ്ങനെയാവുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. ഉമ്മയൊക്കെ എന്നിട്ട് ടൂറ് പറഞ്ഞയച്ചാണ് ഇങ്ങോട്ട് ഒന്ന് റിലാക്സ് ആവാൻ. എങ്ങനെ റിലാക്സാണ്? മനസ്സിൻ്റെ ഉള്ളിൽ തീ കനലെരിയാണ്. ഇക്ക, നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ? ഇത് കണ്ടില്ലേ നമ്മുടെ കുഞ്ഞു വാവ? ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുമോ? ശരിയാണ്, കുഞ്ഞുങ്ങളെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെയാണ് ഈ മാതാപിതാക്കൾ ഇങ്ങനെ തെറ്റിലായി കഴിഞ്ഞാൽ അതിൽ കഷ്ടപ്പെടുന്നത് കുഞ്ഞുങ്ങൾ തന്നെയാണ്. അത് കറക്റ്റാണ്. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, നിരപരാധികളായ കുഞ്ഞുങ്ങളാണ് പലപ്പോഴും അനാഥമാകുന്നത് ഈ ഒരു അവസ്ഥയിൽ. ഇക്ക, പിന്നെ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കല്ലേ കേട്ടോ. അങ്ങനെ ഓർക്കുകൂടി ചെയ്യല്ലേ. അതൊക്കെ ഇൻഷാല്ലാ ശരിയാവും. പിന്നെ കുഞ്ഞിക്കതിയാത്ത എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അത് യഥാർത്ഥമാവണമെന്നില്ലല്ലോ. അല്ല, ഈ കുഞ്ഞിക്കതിയുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ അപ്പോഴേക്കും വിശ്വസിച്ചോ? ഞാൻ പിന്നെ എന്താ ചെയ്യുക? ഓളെ പെറ്റതള്ള സ്വന്തം മകളെക്കുറിച്ച് ആരെങ്കിലും ഉമ്മമാരിങ്ങനെ മോശം പറയുമോ? എനിക്ക് തോന്നുന്നില്ല. അത്രക്കും കുരുത്തക്കേട് കൊണ്ട് പറഞ്ഞതായിരിക്കും, അല്ലാതെ എന്താ. എന്താന്നാവ, ഏതായാലും പഠിച്ച റബ്ബ് എല്ലാം തെളിയിച്ചു തരട്ടെ. കുരുത്തക്കേട് ആരെടുത്താ എന്താ ഏതാ ഒന്നും നമുക്കറിയില്ലല്ലോ. എല്ലാം കാണുന്ന ഒരുത്തൻ മുകളിലുണ്ട്, പഠിച്ച റബ്ബ്. പഠിച്ചവനെല്ലാം കാണുന്നുണ്ട്. എന്താണ് സത്യം, എന്താണ് കളവേതാ, സത്യം ഏതാ ഒക്കെ പഠിച്ചവനറിയാം. ഏതായാലും ഇക്ക വരി, നമുക്ക് ഇവിടെ താഴെ ആ റിസോർട്ടിൻ്റെ ആ ഭാഗത്ത് ഒരു പൂളുണ്ട്. നമുക്ക് ആ പൂളിലൊന്ന് പോയിട്ട് എൻജോയ് ചെയ്താലോ? അത് കുഞ്ഞിനെയും കൊണ്ട്. അതിനെന്താ, കുഞ്ഞിനെ ഞാൻ പിടിച്ചോളാം. പിന്നെ കുഞ്ഞൊന്നും മുങ്ങൊന്നുമില്ല, അത്ര വെള്ളമുള്ളൂ. കുട്ടികൾക്ക് റിലാക്സ് ആവുകയും ചെയ്യും. പിന്നെ എൻ്റെ ഇക്കാൻ്റെ മനസ്സ് വല്ലാതെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ആ തണുത്ത വെള്ളത്തിലൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മനസ്സും ശരീരവും ഒരുപോലെ ഒന്ന് തണുത്താലോ? വെരി ഇക്ക, വെരി ഉപ്പച്ചി, ഉപ്പച്ചി പ്ലീസ് വെരി. മക്കൾ പിടിച്ചു വലിക്കാൻ തുടങ്ങി. വരെ മക്കളെ, ഞാൻ. എന്നാൽ അതാ അപ്പോഴേക്കും അവൻ അവിടെ നിന്ന് ഇറങ്ങി. ഉപ്പച്ചി ഡ്രസ്സ് മാറട്ടെ കേട്ടോ. അങ്ങനെ അതാ അവർ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുന്നു. കുഞ്ഞിനെയും കൊണ്ട് ഫസീല അതാ മുകളിൽ തന്നെ നിന്നു. ഇറങ്ങു പെണ്ണേ, വാ, കുഞ്ഞിനെ ഇങ്ങ് തന്നേക്ക്. പഠിച്ചോനെ, ഇക്ക വെള്ളം കുടിക്കൂലല്ലോ? ഇല്ല, എൻ്റെ കൈകളിൽ എൻ്റെ മക്കളും ഭാര്യയും സുരക്ഷിതരായിരിക്കും. പക്ഷേ നിങ്ങളുടെ ചിന്താഗതി മാറ്റുമ്പോഴാണ് സുരക്ഷിതമല്ലാതായി തീരുന്നത്. നവാസിൻ്റെ ആ ഒരു വാക്കുകൾ ശരിക്കും ഫസീലയുടെ മനസ്സിൽ കൊണ്ടു. അതെ, ശരി തന്നെയാണ്. നവാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭാര്യയെയും മക്കളെയും നോക്കും. പക്ഷേ അവർ ദിശ മാറ്റിക്കഴിഞ്ഞാൽ ജീവിതമാകെ താറുമാറാകും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അവൻ പറഞ്ഞത്. കുഞ്ഞിനെ പതുക്കെ കൊടുത്തു. അങ്ങനെയേതാ അവരെല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി.
മാഷാ അല്ലാ. മോനെ വെള്ളം അധികം തെറിപ്പിക്കല്ലേ കേട്ടോ, വാവൻ്റെ മുഖത്തേക്കാവും. ഫസീല വിളിച്ച് പറഞ്ഞു. ഇല്ലില്ല, അതൊന്നുമില്ല. എന്നാൽ അല്പം അതാ നവാസ് മനസ്സിൻ്റെ ഉള്ളിലെ ഭാരങ്ങളും വിഷമങ്ങളുമെല്ലാം ഒന്ന് മാറ്റിവെച്ചു. മറന്നത് പോയി. നല്ല രീതിയിൽ കൊച്ചു കുട്ടികളെ പോലെ അവൻ റിലാക്സായി. അതെ, നമ്മുടെ പൊന്നു മോനെയും കൊണ്ട് അവൻ വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഫസീലക്ക് അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമായി. റബ്ബേ പഠിച്ചോനെ, ആ കുട്ടിയുടെ ഉമ്മയെ നീ പെട്ടെന്ന് തിരിച്ചു തരണേ അല്ല, പാവം മോനാണ്. കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് പഠിച്ചോനെ. അതിൻ്റെ ആ പാൽപുഞ്ചിരി, നിഷ്കളങ്കമായ ചിരി, റബ്ബേ അതെത്ര മനോഹരമാണ്. അള്ളാഹുവേ, ഒരാൾക്കും ഇങ്ങനെ ഒരു വിധി കൊടുക്കാതിരിക്കട്ടെ അല്ലാ. എന്നാൽ പെട്ടെന്ന് അതാ നവാസിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. അത് അവിടെ കരക്കിൽ വെച്ചതായിരുന്നു. ഫസീല, ഫോൺ അടിക്കണം നോക്ക്. അവൾ പെട്ടെന്ന് കയറി ഫോൺ എടുത്തു. ഉമ്മ വിളിച്ചു നോക്ക്. ഹലോ മോളെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ എങ്ങനെയുണ്ട്? എവിടെ എത്തി? ഉമ്മ, ഞങ്ങൾ മൂന്നാറിലാണ് പോകുന്നത്. ഓ അങ്ങനെ. അല്ല, നവാസിൻ്റെ വർത്താനം എന്താ? വല്ല മാറ്റവും ഉണ്ടോ? അതാ കരഞ്ഞുകൊണ്ട് തന്നെയാണോ? ഉമ്മ ഇപ്പം നല്ല റിലാക്സാണ്. ഞാൻ ഒരു ഫോട്ടോ വിടാം കേട്ടോ. കുഞ്ഞിനെയും കൊണ്ട് പൂളിലാണിപ്പോൾ. പഠിച്ച റബ്ബേ, മേലായ തമ്പുരാനെ, എന്താ എൻ്റെ പൊന്നാര ഫസീല, ആ പിഞ്ചു പൈതലിനെ വള്ളത്തിൽ ഇറക്കിക്കണോ? വല്ലാത്തൊരു പുതുമന്നാണല്ലോ അത്. എന്താ നിങ്ങൾക്ക് പിരാന്തുണ്ടോ മക്കളെ? എൻ്റെ പൊന്നുമ്മ, അങ്ങനെയൊന്നല്ല, നല്ല സേഫ്റ്റിയുള്ള സ്ഥലമാണ്. ഒന്നുകൊണ്ട് ഉമ്മ വിഷമിക്കണ്ട കേട്ടോ. എൻ്റെ പൊന്നാര മോളെ, വല്ലാത്തൊരു എനിക്ക് ഇടങ്ങാറ് പഠിച്ചോനെ. എല്ലാം കൂടി ഇത് നിങ്ങൾ നല്ലോണം പിടിച്ചിട്ടോ കുട്ടിനെ. വള്ളത്തേക്കൊന്നും തള്ളിടല്ലിട്ടോ പൊന്നു മക്കളെ. പഠിച്ചോനെ, ചെറിയ പൈതലാണ്. ഓ എൻ്റെ റബ്ബേ. ഇക്ക, ഇത് ഉമ്മ വിളിക്കുന്നു, വെന്നേ. അവൾ വേഗം കുട്ടിനെ വാങ്ങി. കുറച്ചുകൂടി ഞാൻ കളിപ്പിക്കട്ടെ കുട്ടിനെ. കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ. മോനെ നവാസേ, ഉമ്മ വിളിച്ചു. ഉമ്മ, ആ ഞങ്ങൾ നല്ല എൻജോയ്മെൻറ്റിലാണ് ഉമ്മ ഇവിടെ. എൻ്റെ കുട്ടിയെ, എൻ്റെ കുട്ടി ചിരിക്കണമെന്ന് കണ്ടല്ലോ, വല്ലാത്ത സന്തോഷം. അത് മതി ഉമ്മാക്ക്. ഉമ്മ നല്ല ഹാപ്പിയാണ് ഉമ്മ ഇവിടെ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം പോരണം കേട്ടോ. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഉമ്മ. എൻ്റെ പൊന്നാര കുട്ടിയെ, ഉമ്മാൻ്റെ കുട്ടി, കുട്ടീനെ വള്ളത്തേക്കൊന്നും ഇറക്കല്ലിട്ടോ. പഠിച്ച റബ്ബേ, അവിടുത്തെ തണുപ്പും വെള്ളവും എല്ലാം കൂടി ആയിട്ട് ആ കുട്ടിക്ക് ആകെപ്പാട് ഇടങ്ങാറായിട്ടുണ്ടാവും. എൻ്റെ പൊന്നുമ്മ, അങ്ങനെയൊന്നും ഇല്ല ഉമ്മ. കുട്ടികളൊക്കെ നല്ല രീതിയിൽ കളിക്കട്ടെ. അതിനെ കളിപ്പിക്കാൻ അയക്കണം നിങ്ങൾ. നല്ലോണം നോക്കി മക്കളെ. എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ വല്ലാത്തൊരു ഇടങ്ങാറായിരിക്കും. എന്നാൽ ഉമ്മ പറഞ്ഞു, എന്നാ മക്കളെ നിങ്ങൾ ഇനിയിപ്പോൾ എന്നാ നാളെ അങ്ങോട്ട് തിരിക്കണത്? ഉമ്മ എന്ന് വരേണ്ടത് 2 ദിവസം ഇവിടെ നിന്നോളി. ഇനിയിപ്പോൾ കാണാനുള്ള സ്ഥലത്തൊക്കെ ഒന്ന് കണ്ട് ഫോട്ടോ ഒക്കെ പിടിച്ചിക്കാണ്ടേ അങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇട്ടുകൂടി. അങ്ങനെയല്ല ഇപ്പോൾ. പിന്നെ കുറച്ച് ഗ്രൂപ്പ് കൊണ്ട് വിട്ടുകൂടി. ഒന്ന് കാണാലോ എവിടെയൊക്കെ സ്ഥലം പോയത് വന്നത് എന്നൊക്കെ ഒന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് കാണാൻ വിട്ടുകൂടി കേട്ടാ. ഇതിൻ്റെ പറ്റിയ സ്ഥലമാണ് ഞമ്മക്കും പോകാം. ശരിക്കും ഐഷുമ്മയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ നവാസ് പറഞ്ഞു, എൻ്റെ പൊന്നുമ്മ, നിങ്ങൾ എന്തിനുള്ള പുറപ്പാടോ? അല്ലേ, എൻ്റെ കുട്ടി ടിക്കറ്റ് എടുക്കുമല്ലേ നാളെ മറ്റന്നാൾ തന്നെ. അതുകൊണ്ടാണ് ഉമ്മ പിടിച്ചേക്കണത്. അതുകൊണ്ടാണ് ടിക്കറ്റ് എടുത്താലേ ഉമ്മാക്കൊരു വലിയ ഗതികേടേക്കാരൻ. ടിക്കറ്റ് എടുക്കാനൊന്നും ആയിട്ടില്ല എനിക്ക്. ഇത് അവിടെ നിൽക്ക്, പോകാനായിട്ടില്ല. എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഇവിടെയാണ്. പിന്നെ എന്ത് കരുതിയിട്ട് ഇജ്ജ് അങ്ങോട്ട് പോയണത്? എന്താ നവാസ, ഇനിയിപ്പോൾ അവിടെ ദുബായിലെങ്ങാനും വേറെ പെണ്ണെങ്ങാനും കെട്ടിക്കണോ? ഇജ്ജ് ഇത്ര ധൃതി പിടിച്ച എനിക്ക് പോകാൻ? എൻ്റെ പൊന്നുമ്മ, നിങ്ങൾ ഇങ്ങനെ തമാശയൊന്നും പറയില്ലേ. അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് ഇടങ്ങാറിയിക്കണ്. 2 കൂടി തലങ്ങും വിലങ്ങണം. അതല്ലേ 3, 4 വരെ കെട്ടാന്നൊക്കെ ആണല്ലോ. പൈസ ഉള്ളവർക്ക് ഇപ്പോൾ എന്തും ആവാലോ. എൻ്റെ ഉമ്മ, ഞാൻ പൈസ ഉണ്ടായിട്ട് ഒന്നുമല്ലല്ലോ അവളെ കെട്ടിയത്. അവസ്ഥ അങ്ങനെയായിരുന്നു, എനിക്ക് മനസ്സിലാക്കണേ. ഏതായാലും കുറച്ച് ദിവസം കൂടി ചുറ്റിക്കറങ്ങിയൊക്കെ ചെയ്തോളി. അപ്പോത്തിന് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട്. എന്നാൽ ആയിക്കോട്ടെ മോനെ, ഭക്ഷണം കാര്യങ്ങളൊക്കെ നല്ല മട്ടത്തിനും നേരത്തിനും കാലത്തിനൊക്കെ തിന്നുകൊണ്ടിട്ടാ. എൻ്റെ പൊന്നുമ്മ, റിസോർട്ട് എടുത്താൽ കറക്റ്റ് ടൈമിലുള്ള ഫുഡ് നമുക്ക് എത്തും. ഉമ്മ ഒരു പേടിയും പേടിക്കണ്ട. നമുക്ക് നല്ല റൂം സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ, എല്ലാ സൗകര്യവും. ഫുഡൊക്കെ നമ്മുടെ ടേബിളിൻ്റെ മുമ്പിലേക്ക് ഇങ്ങോട്ട് എത്തില്ലേ. ഒന്നും വിഷമിക്കണ്ട ഉമ്മ. ആയിക്കോട്ടെ, നിങ്ങൾ നല്ല മട്ടത്തിന് കഴിഞ്ഞാൽ മതി മക്കളെ. എന്നാൽ ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ ആകെ പേടിച്ചിക്കണ്. എൻ്റെ പൊന്നിക്ക, ഉമ്മ എന്താ പറഞ്ഞത്? ഉമ്മ പറഞ്ഞു 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു പോകും. നിനക്കെന്താ അവിടെ പെണ്ണുങ്ങളും കുട്ടികളുണ്ടോ? പെണ്ണെട്ടിക്കണമെന്നാണ് ചോദിക്കണത്. എന്നാൽ ഫസീൽ അത് കേട്ട് ചിരിച്ചു. ഉമ്മാക്ക് തന്നെ മോനെ പേടിയാണ്. അല്ല, പെണ്ണ് കെട്ടുന്ന കാര്യത്തിലല്ല, ഉമ്മാക്ക് ഞാൻ പോകുന്നുള്ള പേടിയാണ്.
സത്യം പറഞ്ഞ ഫസീല, ഉമ്മ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പെട്ടെന്നാ പോകുക എന്നുള്ളൊരു ടെൻഷന് അതൊക്കെ മാറിക്കിട്ടി. പിന്നെ നിങ്ങളുടെ കൂടെ എൻജോയ്മെൻറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു സന്തോഷം. പിന്നെ അതിലേറെ സന്തോഷം നമ്മളെ കുഞ്ഞ് കൂടെ ഉണ്ടല്ലോ. ഈ കുഞ്ഞിവിടെ അല്ലാതെ കുഞ്ഞിനെയും കൊണ്ട് അവൾ പോയിക്കണമെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അവളെ ആരെയും കൂടെ എങ്ങനെയും ജീവിച്ചോട്ടെ അല്ലേ, അവളങ്ങ് ഒഴിവാക്കി വിടാം. എൻ്റെ ഇക്ക പ്ലീസ് അതിനെക്കുറിച്ച് പറയരുത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളങ്ങനെ ഒഴിവാക്കുന്നുള്ള കാര്യം പറയരുതെന്ന്. പഠിച്ചവന് ഇഷ്ടമില്ലാതെ അത് അനുവദിച്ചൊരു സംഭവമാണ് ത്വലാക്ക് എന്നുള്ളത്. അതെ, ഞാൻ എങ്ങനെയായിരുന്നു, ഞാനൊരു കാലത്ത് വളരെ പെശകായിരുന്നു. പിന്നെ അല്ല ഞാൻ ഈ രീതിയിൽ ഇക്ക പിന്നെ ഹുസൈനാജി കേട്ടോ. പിന്നെ എൻ്റെ പൊന്നിക്ക നിങ്ങളോട് പറയാനേ ആരും നന്നാവും. നമ്മുടെ ഫൈസി ഉസ്താദിൻ്റെ ക്ലാസ് ഒന്ന് കേൾക്കണം. കേട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നിക്ക, നമ്മൾ എത്ര തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലും എത്ര തന്നെ വിഷമവും പ്രയാസവും ഉണ്ടെങ്കിലും ഒക്കെ എൻ്റെ പൊന്നിക്ക അങ്ങോട്ട് മാറും. കാരണം ഓരോ ദിക്റും സ്വലാത്തും ഒക്കെ അതിനെക്കുറിച്ചുള്ള ഖുർആനും എല്ലാം പറഞ്ഞു തരും. നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തേ പ്രയാസം ഒരുപാട് നമ്മളെ തെറ്റുകളൊക്കെ അദ്ദേഹം തിരുത്തി തരാറുണ്ട്. നല്ല ക്ലാസ്സാണ്. പിന്നെ ഓൺലൈനായിട്ടും ഞാൻ കേൾക്കൂട്ടോ, ഇനി പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ. പക്ഷേ എൻ്റെ പൊന്നിക്ക ആ ഒരു സദസ്സിൽ പോയിരിക്കണം. പഠിച്ചവൻ എന്തൊരു ദ്വായാണെന്നോ, നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകും. അത്രക്കും അങ്ങനെ ദ്വാ ചെയ്യും. ആഹാ, അങ്ങനെയാണെങ്കിൽ ആ ഉസ്താദിൻ്റെ ക്ലാസ് എനിക്കൊന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇക്ക എന്തോ അറിയില്ല, ഉസ്താദിൻ്റെ ഭാര്യ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അതുകൊണ്ട് ഭാര്യയെ വിട്ട് വല്ലാതെ ഒന്നും ഇപ്പോൾ പുറത്തങ്ങനെ പോവാറില്ല. അങ്ങനത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് ബുദ്ധിമുട്ട് പ്രയാസമൊക്കെയാണ്. അല്പം തടിയൊക്കെ ഉള്ള ആളായതുകൊണ്ട്. ഏതായാലും പഠിച്ച റബ്ബ് പെട്ടെന്ന് പ്രസവമൊക്കെ നടക്കട്ടെ. പിന്നെ അവളെ കാര്യം അറിയില്ലേ, അവൾക്ക് ഇരട്ടക്കുട്ടികളാണ് വയറ്റിലുള്ളത്. ആണോ? മാഷാ അല്ലാ. അല്ല, നമുക്കിനി വേണ്ടേ എൻ്റെ പൊന്നിക്ക നമ്മളെ കുഞ്ഞൊക്കെ ഒന്ന്. ഈ കുഞ്ഞിന് ഉമ്മയുണ്ട്, അതുപോലെ നിനക്കുണ്ട് മക്കൾ, വലിയ മക്കളായിട്ടുണ്ട്. ഇക്ക അതെ, പിന്നെ മക്കളോട് കയറാൻ പറഞ്ഞേ. അതേ മക്കളെ കയറി വരി, മതി, ഒരുപാട് സമയം വെള്ളത്തിൽ നിൽക്കണ്ട. ഉമ്മച്ചി കുറച്ച് സമയം കൂടെ മക്കൾ കളിക്കട്ടെടി, നമ്മളിവിടെ ഉണ്ടല്ലോ, പേടിക്കൊന്നും വേണ്ട. അവർ രണ്ടുപേരും അതാ തോർത്തി അവർ ആ ബെഞ്ചിലിരുന്നു കുഞ്ഞിനെയും കൊണ്ട്. അവർ ഒരുപാട് ഓരോന്ന് സംസാരിച്ചു അവരുടെ ലൈഫിനെ കുറിച്ച് തന്നെ. അതിലൊരിക്കൽ പോലും സൗദിയുടെ വാക്കുകൾ കടന്നു വന്നില്ല. അത് നവാസ് പരമാവധി ശ്രദ്ധിച്ചു, ഒരിക്കലും സൗദിയെക്കുറിച്ച് പറയണ്ട എന്ന്. പക്ഷേ ഫസീല ഇടയ്ക്ക് സൗദിയെ കൊണ്ടുവന്നു അവൾക്കുള്ള കാര്യങ്ങളെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചുമെല്ലാം സംസാരിച്ചു. എന്നാൽ ഈ സമയം അതാ പോലീസ് സ്റ്റേഷനിൽ നല്ല ചർച്ചയാണ്. അതിൻ്റെ കാര്യത്തിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ അതിനിടയിൽ നജീബ് സാർ അതാ വിളിപ്പിച്ചു കുഞ്ഞിക്കതിയോടെ ഒരു സാറേ എന്തായി കേസ്, ഞങ്ങളെ വിടാനായോ? കുറച്ചുകൂടെ അന്വേഷണം ഉണ്ട് കേട്ടോ, എന്നിട്ട് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാം, ഒന്നുകിൽ വീട്ടിലേക്ക് അല്ലെങ്കിൽ ജയിലിലേക്ക്. എൻ്റെ പൊന്നു സാറേ അങ്ങനെയൊന്നും പറയല്ല, എന്നെക്കൊണ്ട് ആലോചിക്കാൻ വയ്യ. കുഞ്ഞിക്കതിയാ നിങ്ങളുടെ ഫോണ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എൻ്റെ പൊന്നാര കുട്ടിയെ ഫോണോ? എൻ്റെ ഫോണ് ഞാൻ ഉപയോഗിക്കലുണ്ടോ? പിന്നെ നിങ്ങൾക്ക് ഫോണില്ലേ? ഉണ്ട്, അതൊക്കെ പെരയിലല്ലേ, അതൊക്കെ പൂട്ടി വെച്ച് ആരെ വിളിക്കാൻ? നമുക്ക് ആരും വിളിക്കാനും ഇല്ല. എപ്പോഴെങ്കിലൊക്കെ ഫോൺ ഉണ്ടാവും അത്യാവശ്യത്തിനൊക്കെ വിളിക്കാൻ. അതൊക്കെ പെരയിലായി സ്വിച്ച് ഓഫായി പോയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ഫോണൊന്ന് പോയി എടുക്കണം. ഓക്കെ, അങ്ങനെ ഏതാ നേരെ കുഞ്ഞിക്കതിയെ മാത്രം കൂട്ടി ഷഹർബാനും നജീബ് സാറും അവരുടെ ആ വലിയ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ കുഞ്ഞിക്കതിയ ആ വീട് കണ്ടപ്പോൾ എൻ്റെ പൊന്നാര സാറേ, ആ ലോക്കപ്പ് കിടന്ന് ഞാൻ മടുത്തേക്കണം. ഇത്രയും വലിയ കൊട്ടാരം പോലത്തെ ഈ വീട്ടിൽ നിന്ന് കാണാൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു ഇടങ്ങാറൊരു ഗതിയേടോ. എന്താണ് സാറുമാരെന്നെ അങ്ങോട്ട് കൊടുന്നത്? ഇപ്പോൾ കുഞ്ഞിക്കതിയുടെ ഫോൺ എടുക്ക്. എൻ്റെ ഫോണോ? അത് എവിടെ ചുറ്റിക്കണമെന്ന് ബെല്ലടിച്ചാൽ പോലും കേൾക്കൂല, കാരണം സ്വിച്ച് ഓഫ് അല്ലേ. ആർക്കറിയാം ഏതാണ് ഫോണ്? iPhone 17 Pro Max. ഓഹോ, അത് പെട്ടെന്നൊന്നും ഓഫാവുന്നില്ല, ഒന്ന് നോക്കിക്കേ. അങ്ങനെ ഏതാ എത്ര നിങ്ങൾ നമ്പർ? എൻ്റെ നമ്പർ എനിക്ക് കാണാപ്പാട് അറിയില്ലേ? സ്വന്തം നമ്പർ ഇല്ല സാറേ, അത് മറ്റവൾക്ക് അറിയിക്കാരം. ഒന്നും കൂടെ ആലോചിച്ച് നോക്കിക്കേ. പെട്ടെന്ന് അതാ അങ്ങനെയാണെങ്കിൽ ഹസീനയെ വിളിച്ച് നമ്പർ ചോദിക്കണം. പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ. ഹലോ, നമ്മുടെ
കസ്റ്റഡിയിലെ ഹസീന എന്നു പേരുള്ള ഒരുത്തി ഉണ്ടല്ലോ, അവളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കണം, ഒന്ന് കൊണ്ട് വരാൻ പറയും. അവൾ വിറച്ചുകൊണ്ട് വന്നു. ഒരാൾ വിളിക്കുന്നുണ്ട്. ഹലോ, നിൻ്റെ ഉമ്മയുടെ ഫോൺ നമ്പർ എത്ര? ഉമ്മയുടെയോ? 98 46 75 42 33. ഓക്കെ. അങ്ങനെ അപ്പോൾ തന്നെ സാറിൻ്റെ ഫോണിൽ നിന്ന് ആ നമ്പറിലേക്ക് ഡയൽ ചെയ്യുന്നു. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ നിലവിലില്ല. അവൾ എന്ത് നമ്പറാണ് പറഞ്ഞു തന്നത്? അതെ, സത്യം പറയണം കുഞ്ഞിക്കജ, നിങ്ങൾക്ക് നമ്പർ അറിയും. നിങ്ങൾ മകൾ പറഞ്ഞ നമ്പർ തികച്ചും തെറ്റാണ്. ഒന്നും കൂടി വിളിക്ക് സാറേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വീണ്ടും വിളിച്ചു. അതെ, നേരത്തെ വരാൻ പറഞ്ഞ ആ ഒരു കക്ഷിയെ ഒന്നും കൂടി വിളിക്കൂ. വീണ്ടും ഹസീന ഫോൺ എടുക്കുവാൻ വന്നു. അവൾക്ക് അല്പം ഭയമുണ്ടായിരുന്നു. ഹലോ, എന്താ ഹസീന തെറ്റായ നമ്പറൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്? സാറേ, അതന്നെയാണ് ഉമ്മാൻ്റെ നമ്പർ. ഒന്നുകൂടെ പറഞ്ഞേ. 98 33. ഓഹോ, അപ്പോൾ നേരത്തെ പറഞ്ഞത് ഈ നമ്പറല്ല, ഇപ്പോൾ തികച്ചും തെറ്റായ വേറെ നമ്പർ. സത്യം പറ ഹസീന, എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ റിസ്ക് എടുപ്പിക്കുന്നത്? നിങ്ങൾ പോലീസിനെ വട്ടം കറക്കുകയാണല്ലോ. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? അത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഉമ്മാൻ്റെ നമ്പർ. അപ്പോൾ നിൻ്റെയോ? എൻ്റെത് എനിക്കറിയില്ല. എൻ്റെത് ഫോൺ സ്വിച്ച് ഓഫ് ആയി എവിടെയാണോ അതൊന്നും അറിയില്ല. ഓഹോ, അങ്ങനെ. ഞാൻ അങ്ങോട്ട് കസ്റ്റഡിയിലേക്ക് വരാം. നിൻ്റെ അടുത്തേക്ക് വന്നിട്ടങ്ങ് പറയിപ്പിച്ചാലോ നമ്പർ? ഷെഹർബാൻ പറഞ്ഞു. സർ, ഞാൻ പോയിക്കോളാം. സാർ ഇവിടെ ഇരിക്കേ. എന്നാൽ ആ നിമിഷം തന്നെ ഷെഹർബാൻ നേരെ പോകുന്നു സ്റ്റേഷനിലേക്ക് ജീപ്പ് എടുത്തുകൊണ്ട്. പെട്ടെന്ന് സ്റ്റേഷൻ്റെ മുമ്പിലെത്തി. ഷെഹർബാൻ, കമോൺ. എന്താ, ഉമ്മയുടെ നമ്പർ അറിയില്ലേ? അതോ അഭിനയിച്ചതോ? ആദ്യം പറഞ്ഞ നമ്പർ കറക്റ്റായിട്ട് പറഞ്ഞു, രണ്ടാമത് ഫസ്റ്റ് തന്നെ തെറ്റിച്ച് പറഞ്ഞു. ഇനിയും ചോദിച്ചാൽ ഇനിയും തെറ്റിക്കും. സാറേ, എനിക്ക് ഓർമ്മയില്ല. ഹലോ, ഓർമ്മയില്ലാതിരിക്കില്ലല്ലോ. ഓർമ്മയില്ലാതിരിക്കാൻ അത്ര ബുദ്ധിയില്ലാത്തവളല്ല ഹസീന. ഹസീനയ്ക്ക് പലതും ഓർമ്മയുണ്ടാകും. പക്ഷേ ഉമ്മയുടെ നമ്പർ അറിയാതിരിക്കുകയെന്ന് വെച്ചാൽ അത് പറയില്ല നീയേ. നേരെ ഷെഹർബാൻ ഹസീനയുടെ മുഖം കവിളമർത്തി പിടിച്ചു. ഉപദ്രവിക്കല്ലേ? പിന്നെന്താ പറയാൻ മടി? നിനക്കറിയില്ലേ? ഇല്ലയോ? അറിയുമോ ഇല്ലയോ? പറ. പിന്നെ നമ്പർ കിട്ടാനൊന്നും ഒരു പണിയുമില്ല മോളെ. ശരിക്ക് നിങ്ങളുടെ ആധാർ ഒന്ന് എടുത്തു നോക്കിയാൽ എല്ലാം കിട്ടും. എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ നീയായിട്ടത് പറഞ്ഞപ്പോൾ അതിലും നീ മറച്ചു വെച്ചു. എന്തിനാണ് ഉമ്മയുടെ നമ്പർ ഇങ്ങനെ മറച്ചു വെക്കുന്നത്? ജസ്റ്റ് ആധാർ എടുത്ത് നോക്കിയാൽ അതൊരു കണക്ട് ചെയ്ത നമ്പർ ഞങ്ങൾക്ക് എടുക്കാൻ അറിയായിട്ടല്ല. പക്ഷെ നിന്നോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ രഹസ്യങ്ങൾ ചുരുളഴിയുമെന്ന് കരുതിയിട്ടാണ്. പറ ഉമ്മയുടെ നമ്പർ. അത് അവൾ യഥാർത്ഥ നമ്പർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ തന്നെ സാറിനെ വിളിച്ച് പറഞ്ഞു കാര്യങ്ങൾ. ഓക്കെ സർ, ഞാൻ എത്താം. പിന്നെ ഹസീന, എന്തിനാണ് വളഞ്ഞു മൂക്ക് പിടിക്കുന്നത്? നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരെ. വെറുതെ എന്തിനാ ശരീരം വേദനയാക്കുന്നത്? ശരീരത്തെ വെറുതെ നമ്മൾ വേദനയാക്കാൻ പാടില്ല ഒരിക്കലും. മനസ്സിലായല്ലോ? എത്ര അടിയും കുത്ത് നിനക്ക് കിട്ടിയിട്ട് എന്തും പഠിക്കാത്തത്? സാറേ, അത് എനിക്കറിയാതെ പെട്ടെന്ന്. ഓഹോ, ഫസ്റ്റ് ടൈം അങ്ങനെ, പിന്നെ മാറ്റി. ഇപ്പോഴാ അല്പം ഒന്ന് ചൂടാക്കിയപ്പോൾ പെട്ടെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, നീ ഇവിടെ കിടക്ക് തൽക്കാലം. വീണ്ടും അവളെ ആ ലോക്കപ്പിനുള്ളിലേക്ക് ഇടുന്നു. ഞാൻ വരാം. നിനക്ക് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇത്രമാത്രം റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഈ സമയം കുഞ്ഞിക്കതിയുടെ വീട്ടിൽ അവൾ തന്ന നമ്പർ അനുസരിച്ച് സാർ വിളിക്കുന്നു. എന്നാൽ കുഞ്ഞിക്കതിയുടെ അലമാരക്കുള്ളിൽ നിന്ന് ഫോൺ റിങ് ചെയ്യുന്നു. ഇവിടെ എവിടെയോ ഉണ്ട്. അപ്പോൾ തന്നെ പറഞ്ഞു, കുഞ്ഞിക്കതിയ, ഇത് ഓപ്പൺ ചെയ്യൂ. സാറേ, അതിൻ്റെ ചാവി, എല്ലാ ചാവിയും ഇതിലുണ്ടാവും. ഓപ്പൺ ചെയ്യേ. അങ്ങനെ അവരെ കൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്യിപ്പിച്ചു. യെസ്. ഓഹോ, ഇത്രയും നല്ല പുതിയ ഫോണൊക്കെയാണല്ലേ? അല്ല കുഞ്ഞിക്കതിയ, ഇത്രക്കും നല്ലൊരു ഫോണ് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? സാറേ, അത് മോള് പറഞ്ഞതാണ് എന്നോട് അത് വാങ്ങാൻ. ഓഹോ, അങ്ങനെ. ആഹാ, തരക്കേടില്ലല്ലോ. നല്ല മുന്തിയ ഇനം 1.5 ലക്ഷത്തിൻ്റെ ഫോണാണല്ലോ. ഇത് മോളുടേതോ നിങ്ങളുടേതോ? അങ്ങനെയൊന്നുമില്ല, ഇത് വീട്ടിൽ വെക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. ഓഹോ, 70 Pro Max. തരക്കേടില്ലല്ലോ.
എത്രയായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? സാറേ അതിപ്പോൾ വാങ്ങിയിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ. എന്നോട് എൻ്റെ മോള് പറയും പുറത്ത് പോകുമ്പോൾ നിങ്ങളിത് കൊണ്ടുപോകരുത് എന്ന്. എന്നാലും ഞാൻ കൊണ്ടുപോകും. കാരണം നമുക്കിപ്പോൾ ഫോണൊക്കെ പിടിച്ച് പോകണേ നമുക്കൊരു പവർ തന്നെയല്ലേ. അതുമല്ല ഇജ്ജാദ്യം ഫോൺ കണ്ടിട്ട് എന്നാൽ എന്നോട് കണ്ടക്ടർ ചോദിക്കണേ താത്ത നിങ്ങളെ ഫോണിന് എത്രയായിന്ന്. നമ്മളെ കളിയാക്കുന്ന രീതിയിലാണ്. നമ്മളെ നിലയും വിലയൊന്നും ഓർക്ക് പറയില്ലല്ലോ. എന്തൊക്കെ തന്നെയതും അതാ അവർ പോലീസിന് ഒരു നിമിഷം കാര്യങ്ങളെല്ലാം ഇനി എളുപ്പമാകുമെന്ന് തോന്നി. കാരണം ഫോൺ നമ്പർ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടാൻ ചാൻസ് ഉണ്ട്. കുഞ്ഞിക്കതിയ ബാക്കി അന്വേഷണമായിട്ട് നമുക്ക് പോകാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ പോരൂ. അങ്ങനെയതാ അവർ നേരെ ജീപ്പിലേക്ക് തന്നെ പോകുന്നു. സാറേ ഇനി ഞാൻ പോരണ്ടല്ലോ, ഞാൻ ഫോണും തന്നില്ലേ, ഞാൻ ഇവിടെ നിൽക്കട്ടെ. ആഹാ കഴിഞ്ഞില്ലല്ലോ, തുടങ്ങുന്നല്ലോ ഉള്ളൂ. എൻ്റെ മോളിങ്ങൾ പൊയ്ക്കണ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദ്വാരിക്കൂ കേട്ടാ. ശരിക്കും പോലീസിന് തന്നെ ചിരി വന്നു. കാരണം അത്യധികം വിളവ് പഠിച്ച ആളാണ് കുഞ്ഞിക്കതിയ. പൊന്നു സാറേ നിങ്ങൾ പ്രത്യേകം ഒന്ന് ദ്വാ ചെയ്യട്ടോ എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ. കാരണം എൻ്റെ കുട്ടി ഇല്ലായിരുന്നു എനിക്ക് വല്ലാത്ത ഇടങ്ങാറ്. എൻ്റെ റബ്ബേ ഒരാൾ ജയിലിൽ മറ്റോൾ എവിടെ ചുറ്റും നിൽക്കണ് പഠിച്ച റബ്ബേ. കുഞ്ഞിക്കതിയ കരഞ്ഞുകൊണ്ട് അതാ കാര്യങ്ങൾ പറയുന്നു. അതെ കുഞ്ഞിക്കതിയ നമുക്ക് റെസ്റ്റ് എടുക്കാം വേറെ സ്ഥലത്ത്, ഇപ്പോൾ തൽക്കാലം നിങ്ങൾ കയറി. എന്നാൽ ഈ സമയം അതാ ഷഹർബാൻ പറയുന്നു കുഞ്ഞിക്കതിയ പിടിച്ചു വലിച്ച് കയറ്റേണ്ട ആവശ്യമില്ലല്ലോ, ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ഉഷാറായിരുന്നോ ചാടി കയറാൻ, അതുപോലെ തിരിച്ചു കയറൂ. ഇനി ഞാനില്ലേ ഷഹർബാൻ സാറേ, നിങ്ങൾക്ക് ഇന്നൊന്ന് മനസ്സിലായിക്കൊണ്ട് എൻ്റെ ഫോണൊക്കെ ഞാൻ തന്നില്ല, എന്താ ചെയ്യുക. ഇനി എന്തേ ഉണ്ടെങ്കിൽ ഹസീന നിങ്ങൾ കയറ്റിക്കോളി, അല്ലാതെ പിന്നെ നിങ്ങൾ വെറുതെ വിട്ടാളി. ഇങ്ങനെയൊക്കെ ഉമ്മമാരും മക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാരി ഉണ്ടാവുമോ? നിങ്ങളുടെ മകളല്ലേ അവർ? അപ്പോൾ ചെറിയ ദുരൂഹത ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾ പറയുന്ന ഷഹർബാനെ ജയിലിൽ കയറ്റിക്കൊള്ളിന്ന്. അപ്പോൾ നിങ്ങളുടെ മറ്റേ മോളായിട്ട് നിങ്ങൾ വെറുതെ വിടൂലല്ലോ. അവളെയും അങ്ങനെ എന്തോ. പൊന്ന് സാറേ നിങ്ങൾ അതൊന്നും ചിന്തിക്കല്ലേ, ഞാൻ കയറിക്കോളാം വണ്ടിയിൽ. അങ്ങനെയതാ അവർ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും എത്തി. അങ്ങനെ അതാ കുഞ്ഞിക്കതിയുടെ കാൾ ചെക്കിംഗ് തുടങ്ങുന്നു. കുഞ്ഞിക്കതിയ അവസാനമായി സൗദ വീട്ടിൽ നിന്ന് പോയ ആ ദിവസം ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ആ അത് സാറേ ഞാൻ ഡേറ്റ് ഓക്കെ ഏകദേശം ഒരു കണക്ക് കുഞ്ഞിക്കതിയെ പറഞ്ഞു എങ്കിലും അതിനനുസരിച്ച് ഇനി ഫോണിൽ നോക്കിയാൽ മനസ്സിലാകുമെന്ന് വിചാരിച്ചു. അങ്ങനെയതാ നമ്മുടെ ഷഹർബാൻ പോലീസും നജീബും കൂടെ അതെല്ലാം ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതിലേക്ക് കോൾ വന്ന അവസാന ദിവസം എന്ന് പറഞ്ഞാൽ, അതായത് കോൾ വന്നതല്ല, കോൾ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ച്, അതായത് ഇവരെ കസ്റ്റഡിയെ എടുക്കുന്ന തലേ ദിവസം ആണ് ഇവർ അങ്ങോട്ട് വിളിച്ചിട്ടുള്ളത്. ഓരോ നമ്പറും ഒന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ഇത് അവസാനമായി വിളിച്ച ആ ഒരു നമ്പറിലെല്ലാം ചെക്ക് ചെയ്യുന്നു. അതിൻ്റെ എല്ലാം ലൊക്കേഷൻ നോക്കി അവർ മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. കുഞ്ഞിക്കതിയ നിങ്ങൾ അവസാനമായി വിളിച്ചത്? അവസാനമായി വിളിച്ചത് അതിപ്പോൾ ഞാൻ എല്ലാവർക്കും വിളിച്ചിട്ടുണ്ടാവും. എന്തേ അങ്ങനെ ചോദിക്കണേ? ഒന്നുമില്ല. അല്ല ചോദിക്കാനുണ്ട്, ഈ ഓട്ടോ എന്നുള്ള അത് നിങ്ങൾ ആരെങ്കിലുമാണ്? അതെൻ്റെ സാധനങ്ങളും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനും വെക്കാനൊക്കെ വിളിച്ചിരുന്ന ഒരാളാണേ. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണ്ട് കൊണ്ടുവരാൻ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഓൻ കൊടുന്ന് തരും. ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഇറങ്ങിപ്പോകാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോൾ. ഓഹോ, അപ്പോൾ അവസാനമായി നിങ്ങൾ വിളിച്ച നമ്പർ ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ സാറേ, എന്തിനാണ് ഓനെ വിളിക്കൊന്നും വേണ്ട. എന്തിനാ ഓനെ വിളിച്ചെടുത്തണേ? അതൊരു സാധു മനുഷ്യൻ, ഞാൻ എന്ത് പറഞ്ഞാലും മൂപ്പര് കേൾക്കും. അത് ഓനെ വിളിക്കൊന്നും വേണ്ട. എന്ത് കാര്യത്തിനാണ് ഓനെ വിളിക്കണത്? എന്നാൽ അതിൻ്റെ ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ അവൻ ഇപ്പോൾ ടൗണിൽ ലെയിനിലാണ് നിൽക്കുന്നത്. സർ, അതെ, ഈ ഒരു ഓട്ടോ ഉടമയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് വിളിച്ചു വരാൻ പറയായിരിക്കും നല്ലത് അല്ലേ? ആ നിമിഷം തന്നെ അതാ നജീബ് വിളിക്കുന്നു ഓട്ടോക്കാരനെ. ഹലോ, ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്നോ? എന്തേ? അല്ല, നിങ്ങൾ ഒന്ന് സ്റ്റേഷനിൽ വരാവോ? എന്ത് സാറേ, എന്ത് പ്രശ്നം? ഒന്നും ഉണ്ടായിട്ടല്ല, ഒന്ന് വരാവോ? ഒന്ന് ചോദിക്കാനാണ് അത്യാവശ്യം ഒരു കാര്യം. ശരിക്കും അവൻ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, ഇന്നാ തള്ളയെങ്ങാനും കുടിക്കുമോ? എനിക്കറിയില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല.
അവരെന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു, ഞാൻ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് അവിടെ കൊടുത്തു പോന്നു. അല്ലാതെ വേറൊന്നും. പിന്നെ ഞാൻ ചെയ്ത് തെറ്റെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ വരാം, മരുന്ന് വാങ്ങാനുണ്ടെന്ന്. പഠിച്ചവൻ അത് തന്നെ ആയിരിക്കും. ഹോസ്പിറ്റൽ അധികൃതർ കേസ് കൊടുത്തതായിരിക്കും. ശരിക്കും അവൻ ഞെട്ടിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ എൻ്റെ അവസ്ഥ വളരെയധികം പരിതാപകരാകുമല്ലോ. സാറേ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന് പറയോ? ഒന്നുമില്ല, ചെറിയൊരു അന്വേഷണത്തിന് വേണ്ടിയിട്ട്. അവൻ്റെ കൈകാലുകൾ തളർന്നു. അതെ, നാളെ 10 മണിക്ക് മുമ്പായിട്ട് സ്റ്റേഷനിൽ ഹാജരാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതെ, അതെ, ആ താത്താനെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞാൻ മരുന്ന് വാങ്ങാണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ആ പോക്ക് ഞാനിങ്ങ് പോന്നതാണ്. എന്നെ എത്രമാത്രം പെട്ടെന്ന് പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ടാത്ത പണി എടുത്തു. അങ്ങനെ വേണ്ടില്ലായിരുന്നു. ആ താത്താക്ക് എൻ്റെ കൂടെ വന്നാൽ മതിയായിരുന്നു. താത്തയും എന്തോ ഒരു കള്ളത്തരമുണ്ട്, അതുകൊണ്ടാണ് മകളെ മാത്രം പറഞ്ഞയച്ചത്. ഏതായാലും വല്ലാത്തൊരു കഷ്ടം. ശരിക്കും അതാ അവനാകെ പേടിച്ച് വിറക്കുന്നു. അന്ന് നേരെ ഓട്ടോയുമായി വീട്ടിലെത്തി. മോനെ, ചോറ് വിളമ്പട്ടെ? ഉമ്മ, എനിക്ക് വേണ്ട. എന്താടാ? ഇജാകെ പേടിച്ച പോലെ ഉണ്ടല്ലോ. എന്തേ പറ്റിയത് എൻ്റെ കുട്ടിക്ക്? ഉമ്മ, ഒന്നുമില്ല. എന്നോട് നാളെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, എന്ത് കാര്യത്തിൽ എൻ്റെ കുട്ടി വല്ല കേസിലെങ്ങാനും പെട്ടക്കണോ, കുടുങ്ങിക്കണോ എന്തിലെങ്കിലോ? എൻ്റെ പടച്ച റബ്ബേ, നീ കാക്ക്. ഉമ്മ, ഒന്നുമല്ല, എന്തൊരു ചെറിയ അന്വേഷണത്തിലാന്ന് പറഞ്ഞു. എൻ്റെ പൊന്നാര കുട്ടി, ഉമ്മാൻ്റെ കുട്ടീനോട് ഞാൻ പലപ്പോഴും പറയലുണ്ട് നല്ല മട്ടത്തിന് പോകണം, ഒരു ചീത്ത കൂട്ടുകെട്ടിലും പെടരുത് എന്നുള്ളത്. അല്ല, എൻ്റെ കുട്ടി ഇപ്പോൾ ഏത് കൂട്ടുകെട്ടിലാണ് പെട്ടത്? ഉമ്മ, ഞാൻ ഒരു കൂട്ടുകെട്ടിലും പെട്ടിട്ടില്ല. എനിക്കറിയില്ല, എന്നോട് ചെല്ലാൻ പറഞ്ഞിക്കണം. ഉമ്മ ദോരക്കിട്ടോ. ശരിക്കും അതെ, മകൻ്റെ ആ വിഷമം കണ്ട് ആ ഉമ്മ സങ്കടപ്പെട്ടു. എൻ്റെ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇല്ലമ്മ, തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത് തെറ്റെന്ന് വെച്ചാൽ ഒരു താത്തന്നെ വിളിച്ചിട്ട് ഞാൻ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവരൊന്നും കൂടെ വന്നേ, ലിസ്റ്റും കാര്യങ്ങളും അവിടെ കൊടുത്ത് പോന്നാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ കൊടുത്തിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മരുന്ന് വാങ്ങാണ്ട് പുറത്തേക്ക് പോകണം എന്ന് ഞാൻ പോയി. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലമ്മ, അവരന്വേഷിക്കുന്നുണ്ടാവും. ശരിക്കും അതാ പൊന്നാര കുട്ടി, അതിനൊക്കെ നിൽക്കാൻ പാടണ്ട. അത് പല പെണ്ണുങ്ങളും പല ഉടായിപ്പോയിട്ട് ഇറങ്ങും. ഉമ്മാൻ്റെ കുട്ടിയിലൊന്നും പെട്ടുപോവല്ലേ. എത്ര ഞാൻ പൈസ തരാൻ പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ഏറ്റെടുക്കരുത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, എൻ്റെ തലയിലായിപ്പത്. ഉമ്മ, അതൊന്നല്ല, ജസ്റ്റ് അവരൊരു അന്വേഷണത്തിന് വേണ്ടി വിളിച്ചാണ്, വേറൊന്നും ഉണ്ടാവില്ല. ശരിക്കും അവന് നല്ല ഭയമുണ്ടായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം അതാ പോലീസ് സ്റ്റേഷനിലേക്ക് അവൻ 10:30 മണിയാകുമ്പോഴേക്കും അവൻ്റെ ഓട്ടോയിൽ പുറപ്പെടുന്നു. ഇൻഷാ അല്ലാ, ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. സത്യങ്ങളെല്ലാം ചുരുളഴിയുമോ? നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.